ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, അതുപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഈ 3 പ്രമുഖ IT പാർക്കുകളിലും പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി പൊസിഷനുകളിലായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. IT മേഖലയിലും അതേപോലെ നോൺ IT മേഖലയിലും ഒക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. സോ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതുകൂടാതെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഇപ്പോൾ ഒരുപാട് പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ അവസരം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമുക്ക് കോഴിക്കോട് സൈബർ പാർക്കിൽ വന്നിട്ടുള്ള അവസരങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യം കോഴിക്കോട് സൈബർ പാർക്കിലുള്ള വ്യൂസ് കൺസെപ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ഉണ്ട്. ഇതൊരു നോൺ IT മേഖലയിലുള്ള പോസ്റ്റാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. CRE കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. സെയിൽസ് എഞ്ചിനീയർ KSIയിലേക്കുള്ള പൊസിഷനാണ്. ഇവിടെയാണ് അതിന്റെ വേക്കൻസി വരുന്നത്. 2+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അത് ഫ്രഷേഴ്സിന് ഇപ്പോൾ വേക്കൻസി ഉണ്ട്. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഒരുപാട് കോഴ്സ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് നമുക്ക് ചുറ്റുമുണ്ട്. സോ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഒരു കമ്പനിയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രഷറായി ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. സോ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റിയ വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ പ്രോജക്ട് കോർഡിനേറ്ററിന്റെ വേക്കൻസി ഉണ്ട്. 1+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയ CV എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, മറ്റ് സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. അവിടെയുള്ള ഇൻഫിനിറ്റ് ഓപ്പൺ സൊല്യൂഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിലാണ് അവസരം വന്നിട്ടുള്ളത്. ഏകദേശം 4ഓളം പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 3 വർഷം മുതൽ 5 വർഷം വരെ HR മാനേജർ റോളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1 year ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അത് IT ബിസിനസ് ഡെവലപ്മെന്റിലാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. വേർഡ് പ്രസ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലറാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HRന്റെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക്, ഇതാണ് HR@ioss.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസിയും കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിലായിട്ടാണ് ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുള്ളത്. കാരണം അവിടെ പുതിയ പുതിയ കമ്പനീസ് വരുന്നതും പുതിയ പുതിയ ഓപ്പണിങ്സും റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. അവിടെയുള്ള ഇലുസിയ ലാബ്സ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ 2 ഫ്രഷേഴ്സിനുള്ള 2 പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ആ ഒരു പൊസിഷനിൽ തന്നെ ഒരുപാട് വേക്കൻസി വരും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വേക്കൻസി ഉണ്ട്. അതേപോലെ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വേക്കൻസി ഉണ്ട്. ഈ 2 പൊസിഷനിലും ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി നമ്മളിപ്പോൾ പറഞ്ഞ വ്യൂസ് കൺസെപ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊസിഷനിൽ വേക്കൻസി അവസാനിക്കുന്നില്ല. ഏകദേശം വീണ്ടും ഒരു 4ഓളം പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ജാങ്കോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2 വർഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മോഡോ ഡെവലപ്പറിന് 3 വർഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SEO സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ലറാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് IT മേഖലയിലെ IT കമ്പനീസിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലറാവൽ ഡെവലപ്പർ പോസ്റ്റിൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. സോ ഫ്രഷേഴ്സിന് നല്ലൊരു അവസരമാണ്. ലറാവൽ ഡെവലപ്പറിന് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ട്.
സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഞാൻ സെയിം ഇമെയിൽ ID തന്നെയാണ് വരുന്നത്. jobs@veuz.in എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. അതിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അടുത്ത വേക്കൻസി IOCOD ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അവിടെ 2 പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. മോഷൻ ഗ്രാഫിക്സ് ഡിസൈനറിൻ്റെയും വീഡിയോ എഡിറ്ററിൻ്റെയും വേക്കൻസി, അതൊരു പോസ്റ്റാണ്. അതിൽ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനും അതേപോലെ 2 വർഷം വരെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID ഇതാണ് വരുന്നത്, career@iocod.com എന്നാണ്. അടുത്ത വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം ഇനി ഇൻഫോ പാർക്കിലെയും അതേപോലെ ടെക്നോ പാർക്കിലെയും ഏഷ്യനെറ്റിൻ്റെയും വേക്കൻസി ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ കോഴിക്കോട് സൈബർ പാർക്കിൽ ഒഫൈറ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ജാങ്കോ ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിഗ്രിയാണ് അവർ ചോദിക്കുന്നത്. മറ്റ് സ്കിൽ സെറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റെലവൻറ്റ് സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ ക്രോസ് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID ആണിത്, അതിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഐപിക്സ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസി ഉണ്ട്. ക്വാളിറ്റി അനലിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. UI അഥവാ UX ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, സെയിം ആണ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ലറാവൽ ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, 1 to 3 ഇയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രോജക്ട് കോർഡിനേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട്, 0 to 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പൊസിഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്, 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ഇതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റിലാണ് ഇതിൻ്റെ ഒക്കെ അവസരം വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. career@ipixsolutions.com എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള പിക്സൽ എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെയിൽസ് ഹെഡിൻ്റെ വേക്കൻസി ഉണ്ട്. എല്ലാത്തിനും എക്സ്പീരിയൻസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. പൊസിഷൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. സെയിൽസ് ഹെഡിൻ്റെ വേക്കൻസി ഉണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട്. സീനിയർ HR സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. DevOps എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട്. പ്രോജക്ട് മാനേജർ, ബിസിനസ് അനലിസ്റ്റ്, ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ, R&D എഞ്ചിനീയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ 1 വർഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രീ സെയിൽസ് എഞ്ചിനീയർ, അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ്. പിന്നെ 2 പൊസിഷനുകളിലായിട്ട് ഇന്റേൺഷിപ്പ് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെ വരുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്, കാരണം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. ഇന്റേൺഷിപ്പ് ഉണ്ട്, .NET-ലും അതേപോലെ ആൻഡ്രോയിഡിലും ഇന്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV HR@pixl.ai എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതേപോലെ റിലേറ്റീവ്സിനോ ഇതുപോലുള്ള ജസ്റ്റ് ഡിഗ്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാസ് ഔട്ട് ആയ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്, നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ. കാരണം ഇതുപോലുള്ള കമ്പനീസിലൊക്കെ ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ കാൻഡിഡേറ്റ്സ് നോക്കുന്നുണ്ട്. സോ അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ആബ സോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഇൻസൈഡ് സെയിൽസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് career@abasoft.com എന്നാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കാണ്. അടുത്തതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസിൽ ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി റോൾസിലാണ് അവസരം വന്നിട്ടുള്ളത്. ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ റെയർ ആയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഏഷ്യനെറ്റ് ന്യൂസിലൊക്കെ നമുക്കറിയാം ഏറ്റവും വലിയൊരു മീഡിയ കമ്പനിയാണ് ഏഷ്യനെറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. വിവിധ പൊസിഷനുകളിൽ ഇന്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനറിൽ 1 വേക്കൻസി ഉണ്ട്. വീഡിയോ എഡിറ്ററിൽ 2 വേക്കൻസി ഉണ്ട്. കോണ്ടന്റ് റൈറ്ററിൽ 2 വേക്കൻസി ഉണ്ട്. ആങ്കേഴ്സിനൊക്കെ 2 വേക്കൻസി ഉണ്ട്. നമുക്കറിയാം ഒരുപാട് കഴിവുള്ള കുട്ടികളൊക്കെ ഇതുപോലുള്ള ഒരു അവസരം ലഭിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് യൂസ്ഫുൾ ആവും.
സോ ഈ ഒരു പൊസിഷനിലൊക്കെ ഇന്റേൺഷിപ്പ് വന്നിട്ടുണ്ട്, പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏഷ്യനെറ്റ് ന്യൂസിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID, കമ്പനിയുടെ ഇമെയിൽ ID വരുന്നത് webcarriers@asianetnews.in എന്നാണ്. ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള പ്രമുഖ കമ്പനി എന്ന് തന്നെ പറയാം. പ്രമുഖ കമ്പനിയായ അലയൻസിലാണ് ഒരുപാട് വേക്കൻസീസ് ഈ ഒരു കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് ഈ ഒരു ജോലി സംബന്ധമായിട്ട് ഞാൻ എൻ്റെ ചാനൽ ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് കാൻഡിഡേറ്റ്സിനൊക്കെ ജോലി ലഭിച്ചിട്ടുമുണ്ട്. സോ അവർ നോക്കുന്നത് മാക്സിമം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കാൻഡിഡേറ്റ്സിനാണ്. കാരണം ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അതായത് മറ്റുള്ള കൺട്രീസിന് നിങ്ങൾ വോയിസ് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. സോ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യും. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മുടെ ടെക്നോ പാർക്കിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. അലയൻസ് എന്ന് പറയുന്ന കമ്പനി അവിടെയാണുള്ളത്. പലരും അലയൻസ് എന്ന് പറയുന്ന ഫേക്കായ പേരിലൊക്കെ പല റിക്രൂട്ട്മെന്റ്സും നടത്തുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇത് അലയൻസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹയർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ജോലി കിട്ടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതിനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഈ വരുന്ന ജാനുവരി 18-നാണ് നടക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് നടക്കുന്നത്. പൊസിഷന്റെ പേര് വരുന്നത് അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് എന്നാണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അവർ ആ സ്കിൽസിൽ തന്നെ പറയുന്നുണ്ട് എക്സലന്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് വേണം, എന്നാലേ അവർ ഹയർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം ആണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്. അതായത് ഫ്രഷേഴ്സിനെ അവർ ഹയർ ചെയ്യും, ബട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതാണ് വീണ്ടും അവർ പറയുന്നുണ്ട് എക്സലന്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ്. അതേപോലെ ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യാം. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിൽ പങ്കെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്ലോട്ട് സെലക്ട് ചെയ്യുക. അത് കൺഫേം ആയാൽ മാത്രം ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിന് പോകാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു പൊസിഷനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമയമായിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലെ 3 പ്രമുഖ IT കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഏഷ്യനെറ്റിന്റെ വേക്കൻസി നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. സോ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവാം. സോ അവരിലേക്ക് കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.